2025 H1B വിസ പ്രക്രിയയിൽ തട്ടിപ്പ് കുറയ്ക്കുന്നതിനും അത് കൂടുതൽ ന്യായയുക്തമാക്കുന്നതിനുമായി USCIS പ്രധാന മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണിപ്പോൾ. ഒന്നിലധികം ജോലി ഓഫറുകൾ ഉണ്ടെങ്കിലും ഓരോ വ്യക്തിക്കും ഒരു തവണ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ. ഇത് ആളുകൾക്ക് അന്യായമായ നേട്ടം ലഭിക്കുന്നത് തടയുന്നു. എല്ലാ അപേക്ഷകളും നിയമാനുസൃതമാണെന്ന് ഉറപ്പാക്കാനും വ്യാജ രജിസ്ട്രേഷനുകൾ കുറയ്ക്കാനും USCIS ഇപ്പോൾ പാസ്പോർട്ടുകൾ പരിശോധിക്കുന്നുണ്ട്. പുതിയ മാറ്റം കാരണം വ്യാജ രജിസ്ട്രേഷനുകൾ 38% കുറഞ്ഞെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഒരാൾക്ക് ഒരു രജിസ്ട്രേഷൻ മാത്രമേ നടത്താൻ സാധിക്കുള്ളൂ എന്നതാണ് പുതിയൊരു മാറ്റം. തൊഴിലുടമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം വിസയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിക്ക് മുൻഗണന നൽകുകയാണ് പുതിയ മാറ്റത്തിലൂടെ പദ്ധതിയിടുന്നത്. ഒരേ വ്യക്തിക്ക് ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കുന്നതിൽ നിന്ന് കമ്പനികളെ തടയാൻ പുതിയ സംവിധാനം സഹായിക്കും. പുതിയ നിയമങ്ങൾ കാരണം അപേക്ഷകളുടെ എണ്ണം 38% കുറഞ്ഞു. ഇത് യഥാർത്ഥ അപേക്ഷകർക്ക് ന്യായമായ അവസരം ലഭിക്കുന്നത് എളുപ്പമാക്കുകയാണ് ചെയ്യുന്നതെന്നാണ് സർക്കാർ വാദം. തൊഴിലുടമയുടെ അപേക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം H1B വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഓരോ വ്യക്തിയെയും സിസ്റ്റം ഇപ്പോൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇതുമൂലം കൂടുതൽ സത്യസന്ധവും കാര്യക്ഷമവുമായ പ്രക്രിയ ഉറപ്പാക്കുന്നു. കാര്യക്ഷമവും ദുരുപയോഗ സാധ്യത കുറയ്ക്കുക എന്നതാണ് ഈ മാറ്റങ്ങൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. തൊഴിലുടമയ്ക്ക് ഒരേ വ്യക്തിക്ക് ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയുമായിരുന്നു മുമ്പ്. ഇത് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമായിരുന്നു. തൊഴിലുടമകൾ അവരെ നിയമിക്കാൻ ആഗ്രഹിച്ചാലും ഓരോ വ്യക്തിക്കും ഒരിക്കൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ. എല്ലാവർക്കും തിരഞ്ഞെടുക്കപ്പെടാനുള്ള തുല്യ അവസരമുണ്ടെന്നതാണ് ഇതുകൊണ്ടുള്ള പ്രധാന നേട്ടം. USCISന്റെ പുതിയ സമീപനം തൊഴിലുടമകൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് അപേക്ഷകൾ നിറച്ച് സിസ്റ്റത്തെ ചൂഷണം ചെയ്യാൻ സാധിക്കില്ല. ഈ മാറ്റം തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കൂടുതൽ സത്യസന്ധവും സുതാര്യവുമാക്കുകയും എല്ലാവർക്കും H1B വിസ ലഭിക്കുന്നതിന് ന്യായമായ അവസരം നൽകുകയും ചെയ്യുന്നു. 2025 രജിസ്ട്രേഷൻ കാലയളവിൽ പുതിയ H1B വിസ സെലക്ഷൻ സിസ്റ്റം വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2025 ആകെ 4,79,953 പേരാണ് അപേക്ഷിച്ചത്. 2024 ഇത് 4,70,342 പേരായിരുന്നു. 2024 ആകെ അപേക്ഷിച്ചിരുന്നത് 7,58,994 പേരാണ്. വിസ നിയമത്തിൽ മാറ്റം വന്നിട്ടും കഴിഞ്ഞ വർഷവും ഈ വർഷവും യൂണിക് അപേക്ഷകരുടെ എണ്ണത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. 2024 അപേക്ഷകളുടെ കുറവ് 2025 കാണിക്കുന്നുണ്ട്. രജിസ്ട്രേഷനുകളിലെ കുറവ് കാണിക്കുന്നത് തൊഴിലുടമകൾക്ക് ഇനി ഒരേ വ്യക്തിക്ക് ഒന്നിലധികം അപേക്ഷകൾ കൊണ്ട് സിസ്റ്റത്തിൽ നിറക്കാൻ കഴിയില്ല എന്നതാണ്. H1B വിസ പരിഷ്കരണം വ്യാജ അപേക്ഷകൾ വിജയകരമായി കുറയ്ക്കുകയും അപേക്ഷകരുടെയും തൊഴിലുടമകളുടെയും എണ്ണം സ്ഥിരമായി നിലനിർത്തുകയും ചെയ്തു എന്നതാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്.